നമസ്കാരം, ഞാൻ ഡോക്ടർ മണികണ്ഠൻ ജിയ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം പല്ലുകൾ നഷ്ടപ്പെട്ടാൽ നമുക്കതിനെ എങ്ങനെ പുനഃസ്ഥാപിക്കാം എന്നുള്ളതാണ്. പലപ്പോഴും പല്ലുകൾ നഷ്ടപ്പെടുമ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണതയെന്ന് പറഞ്ഞാൽ, ചില ആൾക്കാർ മുൻനിര പല്ലുകളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പെട്ടെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് വന്നിട്ട് ഇതെങ്ങനെയെങ്കിലും നമുക്കൊന്ന് വെച്ചെടുക്കണം ഡോക്ടറെ എന്ന് പറയാറുണ്ട്. കാരണം ചിരിക്കുമ്പോൾ ഒരു അഭംഗിയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്, ഒരു കല്യാണമൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ചിരിക്കുമ്പോൾ കാണുന്ന പല്ലുകളായതുകൊണ്ട് ഫ്രണ്ടിലത്തെ മുൻനിരയിലെ പല്ലുകൾ പെട്ടെന്ന് വയ്ക്കുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷേ പുറകിലത്തെ പല്ലുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പലപ്പോഴും ഒരു വിമുഖത കാണിക്കാറുണ്ട്. അതായത് ഒരു കുറച്ച് നാൾ കഴിയട്ടെ. അപ്പോൾ ചില ആൾക്കാരെങ്കിലും ചോദിക്കുന്നത് പറഞ്ഞാൽ ഫുൾ നമ്മളൊന്ന് പല്ലുകൾ വയ്ക്കാൻ പറയുമ്പോൾ തൽക്കാലം നമുക്ക് മുൻനിരയിലെ പല്ലുകൾ വയ്ക്കാം, പുറകിലത്തെ പല്ലുകൾ പിന്നെ ആരും കാണുന്നില്ലല്ലോ, പിന്നീട് വെക്കാമെന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പല്ലുകളും അത്യാവശ്യമാണെന്നിരിക്കെ കുറച്ചുകൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് എപ്പോഴും പിൻനിരയിലെ പല്ലുകളാണ്. കാരണം പിൻനിരയിലെ പല്ലുകൾ നമുക്ക് ചവയ്ക്കാനായിട്ട് ഏറ്റവും വേണ്ടപ്പെട്ട പല്ലുകളാണ്. ഒരു പല്ല് നഷ്ടപ്പെട്ടാൽ നമ്മൾ കുറഞ്ഞതൊരു 3 മാസത്തിനുള്ളിൽ പല്ല് അവിടെ നിർബന്ധമായിട്ടും റീപ്ലേസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മേൽത്താടിയിലെ പല്ലാണ് പോകുന്നുണ്ടെങ്കിൽ കീഴ്ത്താടിയിൽ എതിരെയുള്ള പല്ല് ആ ഒരു സ്പേസിലേക്ക് കുറച്ചുകൂടി മുകളിലോട്ട് പൊന്തി വരാറുണ്ട്. തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ താഴത്തെ പല്ലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ മുകളിലത്തെ പല്ല് താഴോട്ട് ഇറങ്ങി വരാറുണ്ട്. നമ്മളതിനെ പറയുന്നത് സുപ്രാ എറപ്ഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ സുപ്രാ എറപ്ഷനാണ് സംഭവം. സുപ്രാ എറപ്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നീട് നമ്മൾ ഒരു പല്ല് വയ്ക്കുമ്പോഴത്തേക്കും ആ പല്ലുകൾ തമ്മിലുള്ള ബന്ധം ചിലപ്പോൾ പ്രോപ്പർ ആവണമെന്നില്ല. അതായത് ഒക്ലൂഷൻ എന്ന് പറയാം, ആ പല്ലുകൾ തമ്മിലുള്ള കടി കറക്റ്റ് ആവണമെന്നില്ല. അതോടൊപ്പം തന്നെ ഒരു പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ 2 വശത്തുമുള്ള പല്ലുകൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഈ ഒരു സ്പേസിലേക്ക് നീങ്ങി വരാറുണ്ട്. അപ്പോൾ പിന്നീട് ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പല്ല് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു പല്ലിനെ ഉൾക്കൊള്ളാനുള്ള ഒരു ഗ്യാപ്പ് ചിലപ്പോൾ അവിടെ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് 3 മാസത്തിനുള്ളിൽ പല്ല് റീപ്ലേസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി പല്ല് നഷ്ടപ്പെട്ടിട്ട് നമ്മൾ പല്ല് വയ്ക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും 2 രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസാണ് അവിടെ ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഊരി മാറ്റാവുന്ന തരത്തിലുള്ള പല്ലുകൾ, നമ്മളതിനെ പറയുന്ന റിമൂവബിൾ ഡെഞ്ചേഴ്സ് എന്ന് പറയാറുണ്ട്. അപ്പോൾ റിമൂവബിൾ ആയിട്ടുള്ള ഓപ്ഷൻസിനകത്ത് നമുക്ക് ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇത് പല്ലുകൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ പലപ്പോഴും ഒരു വൈരുദ്ധ്യം വരാറുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു പല്ല് അതിൻ്റെ കൂടെ തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു സംഭവം കംപ്ലീറ്റ് ആയിട്ട് ത്രോ ചെയ്തിട്ട് വീണ്ടും പുതിയതായിട്ട് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എപ്പോഴും നമ്മുടെ ജോസിനും അതോടൊപ്പം തന്നെ, അതായത് ആ താടി എല്ലുകൾക്കും അതിന് അനുബന്ധമായിട്ടുള്ള സന്ധിക്കും പേശികൾക്കും ഒക്കെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഓപ്ഷനാണ്, ഫിക്സഡ് ഓപ്ഷനാണ്. ആ ഫിക്സഡ് ഓപ്ഷനിൽ നമുക്ക് പ്രധാനമായിട്ടും 2 രീതിയിൽ പല്ല് വയ്ക്കാൻ സാധിക്കും. നമ്മൾ പണ്ട് തൊട്ടേ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ഒരു പരമ്പരാഗതമായിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ പാലം പോലെ, അതായത് ബ്രിഡ്ജ് എന്ന് പറയും. ഒരു പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് അപ്പുറവും ഇപ്പുറവും ഉള്ള അതിൻ്റെ സപ്പോർട്ട് എടുത്തുകൊണ്ട് ഘടിപ്പിക്കുന്ന പല്ലുകളെയാണ് ബ്രിഡ്ജസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ നിർബന്ധിത റൂട്ട് കനാൽ ചികിത്സ എന്ന് പറയും, നിർബന്ധിത ഇൻറ്റൻഷണൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ സാധാരണയായിട്ട് പല്ലിൽ പോട് വരുമ്പോഴോ, അതായത് ദന്തക്ഷയം വരുമ്പോഴോ പൊട്ടൽ വരുമ്പോഴോ ആണ് സാധാരണയായിട്ട് റൂട്ട് കനാൽ ചികിത്സ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു തൊട്ടടുത്ത 2 പല്ലിൻ്റെ സപ്പോർട്ട് എടുക്കുമ്പോൾ അതിനെ രാഗി ഒന്ന് ചെറുതാക്കിയിട്ട് അതിൽ ഒരു ക്യാപ്പ് പിടിപ്പിച്ചിട്ട് ഈ നഷ്ടപ്പെട്ട പല്ലും കൂടെ ചേർത്തിട്ട്, ഇപ്പോൾ ഒരു പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 പല്ലുകളായിട്ട്, ഇപ്പോൾ അപ്പുറത്തെ ഇപ്പുറത്തെ ആളിൻ്റെ തോളിൽ കൈയിടുന്നത് പോലെയാണ് ആ തൊട്ടടുത്തുള്ള 2 പല്ലിൻ്റെ സപ്പോർട്ട് എടുത്തിട്ട്. അപ്പോൾ ഒരു പല്ല് നഷ്ടപ്പെട്ടാലും നമ്മളത് വെക്കുന്നത് 3 യൂണിറ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ അത് 2 സൈഡിലെയും പല്ലുകളെ രാഗി ചെറുതാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ രാഗി മിനുസപ്പെടുത്തുമ്പോഴത്തേക്കും റൂട്ട് കനാൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലോങ് ടേമിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ പല്ലിന് പുളിപ്പും വേദനയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ മുൻകൂട്ടി തന്നെ ഈ ഒരു വേദനയും പുളിപ്പും ഒക്കെ ഒഴിവാക്കാനായിട്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അത് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ പല്ല് വയ്ക്കാവുന്നതാണ്. ആ പല്ല് വയ്ക്കുന്നത് പല രീതിയിലുണ്ട്, അതിൻ്റെ മെറ്റീരിയൽസ് പല രീതിയിലുണ്ട്. ലോഹ നിർമ്മിതമായിട്ട്, കംപ്ലീറ്റ്ലി ലോഹത്തിൻ്റെ നിർമ്മിതമായിട്ടുള്ള മെറ്റാലിക് റൗണ്ട്സ് ഉണ്ട്. അകത്ത് ലോഹവും പുറത്ത് ഒരു പല്ലിൻ്റെ നിറത്തിലുള്ള, ഇപ്പോൾ സിറാമിക് ഉള്ള, അതായത് നമ്മുടെ പിഞ്ഞാണിയായിട്ടുള്ള പോർട്സ്ലൈൻ ആയിട്ടുള്ള നമ്മൾ പറയും മെറ്റൽ സിറാമിക് ക്രൗൺസ് എന്ന് പറയും. അതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഫോം ഇപ്പോൾ ലേസർ രീതിയിൽ നിർമ്മിക്കുന്ന DMLS ക്രൗൺസ് എന്ന് പറയും, ഡയറക്റ്റ് മെറ്റൽ ലേസർ സിൻറ്റേർഡ് ക്രൗൺസ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മെറ്റൽ ഫ്രീ ആണ് കൂടുതലും ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്നത്. മെറ്റൽ ഫ്രീ എന്ന് പറഞ്ഞാൽ ലോഹ വിമുക്തമായിട്ട് കംപ്ലീറ്റ്ലി പല്ലിൻ്റെ നിറമായിരിക്കും. ഉള്ളിലാണെന്നുണ്ടെങ്കിലും പുറമേക്കാണെന്നുണ്ടെങ്കിലും പല്ലിൻ്റെ നിറത്തിലായിരിക്കും. അതിന് പല വകഭേദങ്ങളുണ്ട്. കുറച്ചുകൂടി നമ്മുടെ പല്ലുകളുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന തരത്തിലുള്ള മാക്സ് ക്രൗൺസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ മെറ്റൽ ക്രൗൺസ് വെച്ചാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ MRI സ്കാനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അതിൻ്റെ ഫിറ്റ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ
അത് രണ്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ചില മെറ്റൽ ക്രൗൺസിനകത്ത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ MRI ഒക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് അട്രാക്ഷൻ വന്നിട്ട് അതിൻ്റെ ആ ഒരു മാർജിൻസ് കറക്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഊരിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ചില കേസുകളിൽ ഈ നമ്മുടെ MRI ഇമേജസിനകത്ത് ചിലപ്പോൾ നമുക്കൊരു കോംപ്ലിക്കേഷൻസ് ആർട്ടിഫാക്ട്സ് എന്ന് പറയും. അപ്പം ചിലപ്പോൾ അത് കറക്റ്റ് ആവില്ല. നമ്മുടെ ചില ഇമേജസുമായിട്ട് ഇത് വന്നിട്ട് കോയിൻസൈഡ് ചെയ്തിട്ട് ചിലപ്പോൾ എറേഴ്സ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ചില കേസുകളിൽ MRI ചെയ്യുന്നതിന് മുമ്പായിട്ട് മെറ്റാലിക് ആയിട്ടുള്ള ഉപകരണങ്ങൾ വായിൽ നിന്ന് മാറ്റാൻ പറയാറുണ്ട്. ഇപ്പോൾ മെറ്റാലിക് ആയിട്ടുള്ള മുത്ത് കമ്പികൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് വിട്ടിട്ട് MRIക്ക് മുമ്പായിട്ട് അത് നീക്കം ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതെന്ന് പറഞ്ഞാൽ എപ്പോഴും മെറ്റൽ ഫ്രീ ക്രൗൺസ് യൂസ് ചെയ്യുന്നതാണ്. ഇനി ഈ ബ്രിഡ്ജസ് മാറ്റിക്കഴിഞ്ഞാൽ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഡെൻ്റൽ ഇംപ്ലാന്റുകളാണ്. അപ്പോൾ ഇംപ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തുള്ള ആ പല്ലുകളെയൊന്നും തൊടാതെ തന്നെ എവിടെയാണോ നമുക്ക് പല്ല് നഷ്ടപ്പെട്ടത് അവിടെ ഒരു സ്ക്രൂവിൻ്റെ സഹായത്തോടെ, അത് ജൈവ സൗഹാർദ്ദപരമായിട്ടുള്ള ടൈറ്റാനിയം അലോയിൽ നിർമ്മിച്ചിട്ടുള്ള സ്ക്രൂ ആണ്. ആ സ്ക്രൂ അവിടെ നിക്ഷേപിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ക്രൗൺ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം പല്ലിൻ്റെ വേരുമായിട്ട് ഒരു താതാത്മ്യം പ്രാപിക്കുന്നത്, അതുമായിട്ട് വളരെ സിമിലാരിറ്റി ഉള്ള ഒന്നാണ് ഡെൻ്റൽ ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇംപ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അസ്ഥിയുടെ സാന്ദ്രത, ബോൺ മിനറൽ ഡെൻസിറ്റിയൊക്കെ ഒന്ന് പരിശോധിക്കാറുണ്ട്. ആ ഇംപ്ലാന്റ് തന്നെ പല രീതിയിലുണ്ട്. നമ്മൾ പരമ്പരാഗതമായിട്ട് കൺവെൻഷനലായിട്ട് ചെയ്തു പോരുന്ന ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആ ഇംപ്ലാന്റ് ചുറ്റും അസ്ഥി സംയോജനം നടക്കണം. ഒരു ഇംപ്ലാന്റ് എന്ന് പറയുന്ന ഒരു ഫോറിൻ ബോഡിയാണ്. അപ്പോൾ അതിന് ചുറ്റും അസ്ഥി ഉണ്ടായി വരുന്ന ഒരു പ്രോസസ്സാണ് അസ്ഥി സംയോജനം, അല്ലെങ്കിൽ ഓഷ്യോ ഇൻ്റഗ്രേഷൻ എന്ന് പറയും. അപ്പോൾ ചില കേസുകളിൽ നമുക്ക് കൺവെൻഷണൽ രീതിയിൽ എന്ന് പറയുമ്പോൾ ആ ഇംപ്ലാന്റ് ആദ്യം നിക്ഷേപിച്ചിട്ട് ഒരു 3 മുതൽ 6 മാസം വെയിറ്റ് ചെയ്തിട്ടായിരിക്കും പിന്നീടായിരിക്കും അതിൻ്റെ മുകളിൽ ക്രൗൺസ് കൊടുക്കുന്നത്. എന്നാൽ ചില കേസുകളിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഇംപ്ലാന്റ് നമ്മൾ ഇന്ന് ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു 3 ദിവസത്തിനുള്ളിൽ തന്നെ അതിനകത്ത് ക്രൗൺസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ പണ്ടത്തെ രീതിയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ കോർട്ടിക്കോ ബേസൽ ഇംപ്ലാന്റ് എന്ന് പറയും, കുറച്ചുകൂടി നീളത്തിലുള്ള ഇംപ്ലാന്റുകൾ വന്നിട്ടുണ്ട്. അത് കൂടുതലായിട്ട് ഈ കോവിഡ് സമയത്തുമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ബ്ലാക്ക് ഫംഗസ്. ഈ ബ്ലാക്ക് ഫംഗസ് വന്നിട്ട് കുറച്ച് ഈ എല്ലൊക്കെ നശിപ്പിച്ചിട്ട് ഇംപ്ലാന്റ് നമ്മൾ നോർമലി കൊടുക്കുന്ന മേൽത്താടിയും കീഴ്ത്താടിയൊക്കെ നശിച്ചു പോയ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുകളിലുള്ള സ്ഥിതി ചെയ്യുന്ന അസ്ഥികളിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് ഇംപ്ലാന്റ്സ് കൊടുക്കുകയുണ്ടായി. എന്നിട്ട് പല്ലുകൾ കൊടുക്കുകയുണ്ടായി. ഇപ്പോൾ ഈ ബ്ലാക്ക് ഫംഗസ് വന്നിട്ട് മേൽത്താടി കംപ്ലീറ്റ് ആയിട്ട് തിന്ന് നശിപ്പിച്ച കേസുകളുണ്ട്. അപ്പോൾ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ മേൽത്താടി ഇല്ല. അപ്പോൾ നോർമലി ഉള്ള ഇംപ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ താടിയല്ലേ ഘടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കുറച്ചുകൂടി മുകളിലുള്ള ഇപ്പോൾ ടെറിഗോയിഡ് എന്ന് പറയുന്ന ബോണുണ്ട്, അല്ലെങ്കിൽ നമുക്കിവിടെ ആണെന്നുണ്ടെങ്കിൽ സൈഗോമാറ്റ് എന്ന് പറയുന്ന ബോണുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടെറിഗോയിഡ്, സൈഗോമ പോലെയുള്ള ബോണിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് കുറച്ചുകൂടി നീളത്തിലുള്ള ഇംപ്ലാന്റുകളാണ് നമ്മൾ ബേസൽ ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചില കേസുകളിൽ ഇപ്പോൾ മേൽത്താടിയിൽ ചിലപ്പോൾ ഒരു 4 ഇംപ്ലാന്റോ അല്ലെങ്കിൽ 6 ഇംപ്ലാന്റ്, ചിലപ്പോൾ 8 ഇംപ്ലാന്റ് ഇട്ടിട്ട് അതുപോലെ കീഴ്ത്താടിയിലും അതിൻ്റെ സപ്പോർട്ട് എടുത്തിട്ട് നമുക്ക് ഫുൾ സെറ്റ് ഓഫ് പല്ലും നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതാണ്ട് 3 ദിവസം കൊണ്ട് തന്നെ നമ്മൾ പറയും ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ എന്നാണ് പറയുക. ഇപ്പോൾ 32 പല്ലുകൾ നമുക്ക് ചവയ്ക്കാൻ ആവശ്യമില്ല, അവസാനത്തെ 4 പല്ല് കൂട്ടാറില്ല. പക്ഷേ ബാക്കിയുള്ള 28 പല്ലുകൾ വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് അവിടെ ആ ഒരു ഇംപ്ലാന്റ് ഉപയോഗിച്ചുകൊണ്ട് ബൈറ്റ് കറക്റ്റായിട്ട് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ഓപ്ഷൻസാണ് പ്രധാനമായിട്ട് നമുക്ക് ഫിക്സഡ് ആയിട്ട് നിലവിലുള്ളത്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഐഡിയൽ എന്നുള്ള റിക്വയർമെൻറ്റ് തീരുമാനിച്ചിട്ട് അത് ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ ആ ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് തീർച്ചയായിട്ടും ഫിക്സഡ് ആയിട്ടുള്ള പല്ല് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പല്ലുകളുടെ മാത്രമല്ല അതിൻ്റെ അനുബന്ധമായിട്ടുള്ള താടിയെല്ലിൻ്റെ സന്ധിയുടെയും മറ്റ് മുഖത്തെ പേശികളുടെയൊക്കെ തന്നെ ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമസ്കാരം.